നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, ഈ പറയപ്പെട്ട 5 or 10 മക്കളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മകന്റെ വീട്ടിൽ ഉമ്മയ്ക്ക് പാർപ്പിടത്തിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് സൗകര്യമൊരുക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന ഉമ്മാനോടുള്ള കടമ എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ വരുമ്പോൾ, കൊച്ചു പെരുന്നാൾ വരുമ്പോൾ, റമളാൻ വരുമ്പോൾ, റബീഉൽ അവ്വൽ വരുമ്പോൾ, മക്കളുടെ സ്കൂൾ അടയ്ക്കുമ്പോൾ, മദ്രസ അടയ്ക്കുമ്പോൾ, ഒരു വിശേഷം വരുമ്പോൾ 1 കിലോ ആപ്പിള്, ശ്രദ്ധിക്കണേ, കിലോ കുറഞ്ഞു പോകണ്ട, 1 കിലോ ആപ്പിള്, 1 കിലോ മുന്തിരി, 1 കിലോ ഓറഞ്ച്, ഉമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിലും 10 ലഡു, 1/2 കിലോ അലുവ, ഇങ്ങനെയൊക്കെ ഒരു വലിയ ഒരു പൊതിയുമായിട്ട് നിന്റെ ശീതീകരിച്ച റൂമിൽ നിന്നും നിന്റെ ശീതീകരിച്ച വാഹനത്തിലേക്ക് നീ കാലെടുത്ത് വെച്ചിട്ട് ആ പൊതിയുമായി പ്രിയപ്പെട്ട മക്കളെയും അടുത്തിരുത്തി അവരോട് കിന്നാരം നിറഞ്ഞ് ഉമ്മുമ്മായെ കാണാൻ പോവാ പൊന്നുമോന്, ഉമ്മുമ്മാനെ കാണാ കണ്ടിട്ട് കുറേയായി, പ്രിയപ്പെട്ട ഭാര്യയും അടുത്തിരുത്തി നിന്റെ വാഹനത്തിൽ ആ ഗേറ്റ് തുറന്ന് ഉമ്മ കിടക്കുന്ന വീട്ടിന്റെ അടുത്തേക്ക് നീ കടന്നു പോകുമ്പോൾ ബെഡിൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന പ്രായം ചെന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എന്റെ പൊന്നുമോൻ വർഷത്തിലൊരിക്കലാണെങ്കിലും 6 മാസത്തിലൊരിക്കലാണെങ്കിലും 3 മാസത്തിലൊരിക്കലാണെങ്കിലും വരുന്നത് എന്റെ പൊന്നുമോനാണെന്ന് കണ്ടു മനസ്സിലാക്കിയ പ്രിയപ്പെട്ട ഉമ്മ കടക്കയിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് എഴുന്നേറ്റിട്ട് ആ കുന്നിളം ഹൃദയം സന്തോഷത്തോടെ വേദനിച്ചുകൊണ്ട് ആ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമ്പോൾ ആ കണ്ണുനീരിന്റെ ബലം പോലും നീ കാണാതെ പോയാ പൊതി കൊണ്ടുവന്ന് നോക്കുക, നിന്റെ പൊതി കൊണ്ടുവന്ന് ഉമ്മാന്റെ മുമ്പിൽ നോക്കുക. ഉമ്മാക്ക് കൊടുക്കുന്ന കടമയാട്ടോ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പൊതി കൊണ്ടുവന്ന് നല്ല ശബ്ദത്തിൽ നോക്കുക. നീ ഉമ്മ ഉറങ്ങുകയാണെങ്കിൽ പൊതിയുടെ ശബ്ദം കേട്ട് ഉണരട്ടെ. എത്ര നേരമായി വന്നിട്ട് ഉമ്മ, എത്ര നേരമായി ഉമ്മയുടെ അടുത്ത് വന്നിട്ട്? അരമണിക്കൂറായി. അപ്പൊ തന്നെ ഭാര്യ കണ്ണു കാണിക്കാൻ തുടങ്ങി. പോണ്ടേ, നേരെ ഉരുട്ടി തുടങ്ങി പോവണ്ടേ. അപ്പൊ പതുക്കെ ഉമ്മാനോട് പറയും, 1/2 മണിക്കൂർ 30 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അത് തന്നെ വന്നിരുന്നിട്ട് നേരെ പിന്നെ നീ ടേബിളിന്റെ മുമ്പിലേക്കാ പോയത്. ഒരു ഉമ്മായും പറയില്ല, മോനെ പോകല്ലടാ, അവിടെ ഇരിക്കടാ, കുറച്ചു നേരം ഇരിക്കടാ. ഒരു ഉമ്മായും പറയൂല. എന്താ കാരണം? ഓള് ചിലപ്പോ ഓനെ കുറ്റപ്പെടുത്തും. ഉമ്മാന്റെ സ്നേഹം ഒരു മക്കളിൽ നിന്നും ഉമ്മ 1 കോടിയോ ലക്ഷമോ സുഖമോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താണ് ആ സ്നേഹത്തോടെ ഉമ്മയൊന്ന് ചേർത്ത് പിടിക്കാനുള്ള മനസ്സ്, അത് മാത്രം മതി ഉമ്മായിക്ക്. വേറൊന്നും വേണ്ട, പട്ടിണി കിടന്നാലും ആരോടും പറയില്ല. അത്രയും സ്നേഹമാണ് നമ്മളോട്. നമ്മളെ മക്കളെ എന്റെ പൊന്നുമോള് സുഖമായിട്ടിരിക്കണം, അവർക്ക് പ്രയാസം വരുത്തരുത്. അതിനല്ലേ പ്രസവ വേദനയ്ക്ക് സുഖപ്രസവം എന്ന് പേരിട്ട ഉമ്മ. അത് പിന്നെ മറക്കുമോ? പോരാ, 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഉമ്മാന്റെ അടുത്ത് വന്ന് പറയാ, ഉമ്മ നാളെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ട്, രാവിലെ ട്യൂഷനുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ള കാരണങ്ങൾ, നാളെ ട്യൂഷനുണ്ട്, രാവിലെ മദ്രസയിൽ പോകണം, രാവിലെ മദ്രസയിൽ പോകാനുണ്ട്, അവിടെ പോകാനുണ്ട്, വീട്ടിലൊരാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയിട്ട് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഉമ്മ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്, പൊയ്ക്കോട്ടെ ഉമ്മ. ഉമ്മ പറയൂ, മോനെ പോകല്ലടാ, ഇന്ന് നീ എന്നോടൊപ്പം ഇവിടെ ഒന്ന് പാർത്തിട്ടും ഇന്ന് നീ ഇവിടെ ഒന്ന് കിടന്നിട്ടുമോ? ഈ പ്രിയപ്പെട്ട ഉമ്മാന്റെ തലയിലൊന്ന് തലോടി കെട്ടുമോ? ഈ ഉമ്മാനൊരു സമ്മാനം ചിന്തനം വന്നിട്ടുമോ? ഈ ഉമ്മാനോടൊന്ന് ചേർച്ചടച്ചിട്ടുമോ? ഈ ഉമ്മാനോട് അല്പസമയം ചേർന്നിരുന്നിട്ടുമോ? ഒരു ഉമ്മായും പറയൂല. കാരണം ഓളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തും, സ്നേഹം ഓൾക്കായിക്കൊള്ളട്ടെ. എന്നാലും വേദനയോടെ നിറകണ്ണുകളോടെ പ്രിയപ്പെട്ട മക്കളെ മനസ്സില്ലാ മനസ്സോടെ യാത്രയാക്കാൻ വിധിക്കപ്പെട്ട ഉമ്മ, മനസ്സില്ലാ മനസ്സോടെ പ്രിയപ്പെട്ട മക്കളെ യാത്രയാക്കാൻ വിധിക്കപ്പെട്ട ഉമ്മ. ആ ഉമ്മമാരല്ലാത്ത എത്ര ഉമ്മമാരുണ്ട് ദുനിയാവിൽ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. പിന്നെ നിന്റെ വക ഓരോശാരം ഭയങ്കര സംഭവമായിപ്പോയി. നിന്റെ 1000ന്റെ വലിയ നോട്ടിങ്ങോട്ടെടുത്ത് നീട്ടിയിട്ട് ഒരു നീട്ടലും ഒരു ചുരുട്ടലും ഉമ്മാന്റെ കയ്യില് ആ വല്ലാതെ നിനക്ക് വേണ്ടി ഒരുപാട് തലോടി നിന്നെ ഇക്കോലത്തിലാക്കിയെടുത്ത ഉമ്മാന്റെ കയ്യിൽ നീ കൊടുക്കുന്ന കടമ 1000 തൂമ്പ, 1000 രൂപ എടുത്ത് ഉമ്മാന്റെ കയ്യിൽ കൊടുത്ത് മടക്കിയിട്ട് ഈ ഉമ്മാനെ സന്തോഷിപ്പിച്ചിട്ട് സ്വർഗം വാങ്ങാൻ ഓടി നടക്കുന്ന ചെറുപ്പക്കാരാ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹ മുഹമ്മദ് മുസ്തഫ. പണത്തിന്റെ മുമ്പിലല്ല സ്വർഗം, പഴവർഗത്തിന്റെ മുമ്പിലല്ല സ്വർഗം. സ്നേഹമസനമായി പ്രിയപ്പെട്ട ഉമ്മാനെ വേണ്ടതുപോലെ കൂടെ നിന്ന്
പുഞ്ചരിക്കുന്നവർക്കാണ് സ്വർഗം. മുഹമ്മദ് മുസ്തഫ.